ഇപ്പോൾ വി എസ് സുനിൽകുമാർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, ഈ സംശയം ഉന്നയിച്ചവരെ, ആരോപണം ഉന്നയിച്ചവരെ, പരാതിക്കാരെയൊക്കെ വാനരന്മാർ എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അത് പോട്ടെ, പക്ഷെ ഇദ്ദേഹം നേരിട്ട് മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫ്ളാറ്റിൽ എങ്ങനെ ഇത്രയധികം വോട്ടുകൾ ഉണ്ടായിരുന്നതൊക്കെ ജനറലി അത് ബി ജെ പിക്ക് തന്നെയാണോ വന്നത് എന്നൊക്കെ അവർക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട വോട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവറിന് എങ്ങനെ വോട്ടുണ്ടായി, ആ വീട്ടിൽ കഴിഞ്ഞ എത്ര മാസം അവർ ചെലവഴിച്ചു, ആ വീട്ടിലെ അംഗങ്ങൾക്കൊക്കെ വോട്ടുണ്ടായതിനു ശേഷം അവർ എവിടെ പോയി എന്നതൊക്കെ സുരേഷ് ഗോപിയെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ രീതിയിൽ കമ്മീഷൻ മറുപടി പറയട്ടെ എന്ന വാദവുമായി മറുപടിയുമായി എത്ര കാലം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ കഴിയും സുരേഷ് ഗോപിക്ക്? അല്ല, സുരേഷ് ഗോപി അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പറ്റി വാനരന്മാരെന്നാണല്ലോ പറഞ്ഞത്. നമ്മളെല്ലാവരും ഈ കുരങ്ങിൽ നിന്നാണല്ലോ പരിണമിച്ച് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ ചോദ്യം ചോദിച്ചവർ മാത്രമല്ല, പിന്നെ അദ്ദേഹവും പരിണമിച്ചു വന്നിരിക്കുന്നത് ഒരുപക്ഷെ കുരങ്ങിൽ നിന്നാണെന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം എല്ലാവരും അങ്ങനെ പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇങ്ങനെ തൊടുന്യായങ്ങൾ പറഞ്ഞിട്ടല്ല രക്ഷപ്പെടേണ്ടത്. ഇത് ജനങ്ങളോട് മറുപടി പറയേണ്ട കാര്യങ്ങളൊക്കെ ജനങ്ങളോട് മറുപടി പറയണം. അപ്പൊ അദ്ദേഹം ഇപ്പോ കാറ് മേടിച്ച സമയത്ത് പോണ്ടിച്ചേരിയുടെ അഡ്രസ്സായിരുന്നു. ഇവിടെ ഇപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇവിടെയാണ് ഇപ്പോ വോട്ട്. അപ്പോ ഓരോ വിഷയങ്ങളിലും പലതരത്തിലുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയില് നമ്മൾ ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചോളൂ എന്നുള്ളത്. അത് ശരിയാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഒരു മറുപടി പറയേണ്ടത്. അത് നമ്മുടെ തന്നെ ഒരു ആർഗ്യുമെന്റ് ഇത് സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ പാർട്ടി മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനും പിന്നെ ഈ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും ഒക്കെ ഒരുമിച്ച് കൂടി എന്തൊക്കെ ചെയ്തു എന്നാണെന്നുള്ളതാണല്ലോ ഇപ്പൊ ജനങ്ങൾക്ക് സംശയമായിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചോളുന്നുണ്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മീഡിയ പ്രവർത്തകരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി. കാരണം അദ്ദേഹത്തോട് എനിക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ പോയി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത ഒരാളാണ്. അതുകൊണ്ട് മീഡിയ പ്രവർത്തകർ നിരന്തരം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുന്നില്ലെങ്കിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ജനങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി മനസ്സിലാക്കും. ഇവിടെ അദ്ദേഹത്തിന്റെ ആ വിക്ടറിയെ അംഗീകരിക്കുന്നതോടൊപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം, അത് മാനിപ്പുലേറ്റഡ് വിക്ടറിയാണെന്ന് നമ്മൾ ശക്തമായ ഒരു പിന്നെ കാര്യം ഉന്നയിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. ഇത് മാനിപ്പുലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. വിക്ടറി എന്താ, അത് മാനിപ്പുലേറ്റഡ് വിക്ടറി ആണോ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാവും. അതിൽ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനപ്പുറത്തേക്ക് ഈ വ്യാജ വോട്ട് കൊള്ള ആരോപണത്തിൽ കുറെ കൂടി പരിശോധനകളും അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നു LDFും എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ വ്യാജ വോട്ടുകളുള്ള ബൂത്തുകളിൽ BLOമാരുടെ രാഷ്ട്രീയം അന്വേഷിക്കുമെന്നൊക്കെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മിക്കയിടങ്ങളിലും BLOമാർ BJP അനുകൂല രാഷ്ട്രീയമുള്ളവരാണ് എന്ന് കണ്ടെത്തിയെന്നൊക്കെ ചില നേതാക്കളുടെ പ്രതികരണവും കണ്ടിരുന്നു. ആ രീതിയിൽ LDF താങ്കൾ ഉൾപ്പെടെ ഇതിന് പിന്നാലെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ? അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള പരാതി ശക്തമായിട്ട് ഉണ്ടാവും. കാരണം ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഈ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം എങ്ങനെയാണ് BJP അനുഭാവികളായിട്ടുള്ള BLOമാർ വന്നത് എങ്ങനെയാണ്? അത് തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ പിന്നെ അനുമതിയില്ലാതെ അദ്ദേഹം അറിയാതെ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ രീതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവർ BJP അനുഭാവികളാണെങ്കിലും അവർ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോ ഇലക്ഷൻ ജയിച്ച സ്ഥാനാർത്ഥിക്ക് പലതും പറയാൻ പറ്റും. അദ്ദേഹത്തിന് ഇനി പലതും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരുപാട് പഴുതുകളുണ്ടാവും. പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള നടപടിയും പരാതിയും ഇതിന് പുറമെ അതുകൂടെ ചെയ്യും. കാരണം ഈ BLOമാരായിട്ടുള്ള പല ആളുകളും വളരെ ബോധപൂർവ്വം ഇതിന്റെ ഭാഗമായി നിന്ന് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാരെന്ന് ചെയ്യുന്നതിന് പകരം അവർ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാര് ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തില് മറുപടി പറയേണ്ട ഉദ്യോഗസ്ഥന്മാർ മറുപടി പറഞ്ഞേ പറ്റൂ.